ഹലോ. അപ്പോൾ വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? അപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങ് കഴുകി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതേമാതിരി. എന്നിട്ട് ഇതുപോലൊരു ഇഡ്ഡലി പാത്രം വെച്ച് സ്റ്റീമർ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു വലിയ കിഴങ്ങാണെങ്കിൽ ഇതുപോലെ മുറിച്ച് മുറിച്ച് ചെറിയ ചെറിയ പീസാക്കി ഇടുക. എന്നിട്ട് സ്റ്റീമറിൻ്റെ മുകളിലോട്ട് വെച്ച് നമുക്കൊന്ന് തിളപ്പിക്കാം. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ആവി വരുന്നത് കാണാം. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതുപോലൊരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. നമുക്ക് ഉള്ളിലോട്ട് പോവുകയാണെങ്കിൽ അത് വെന്തിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഒന്നും കൂടി വേവിക്കുക. ഇപ്പം നല്ല രീതിയിൽ നമ്മുടെ മധുരക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. ആ ഒരു കളറൊക്കെ യെല്ലോ ഷെയ്ഡായിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെയോടൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്തൊരു മിക്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമ്മളിതാ ഇപ്പോൾ കോരി എടുക്കുന്നുണ്ട് മധുരക്കിഴങ്ങ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര പ്രോട്ടീനായിട്ടുള്ള ഹെൽത്തി ഫുഡാണ് കേട്ടോ. അപ്പോൾ കട്ടനോടൊപ്പം കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. നമ്മളിപ്പോൾ കട്ടാനല്ല ചായയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഹംനക്കുട്ടിക്കും മിൻഹക്കുട്ടിക്കും എല്ലാം ഒത്തിരി ഇഷ്ടമായി കേട്ടോ. അപ്പോൾ നമ്മളിത് ചായ ഇട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്.